ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ആലപ്പുഴ പുന്നമടക്കായലിൽ ഒരു ബോട്ടിങ് പോകാം. ഇത് അവിടെ ബോട്ടിങ് ചെയ്യുന്ന ആ കായലിൻ്റെ അടുത്തുള്ളൊരു വീടാണ്. മുഴുവൻ തടി കൊണ്ട് തീർത്തൊരു പഴയ വീടാണ്. അതിൻ്റെ ചുറ്റും ആൽമരവും തറയും എല്ലാം ഉണ്ട്. നല്ല ഭംഗിയാണ് വീട് പരിസരവും എല്ലാം കാണാനായിട്ട്. എന്നാൽ നമുക്ക് ബോട്ടിൽ കയറി ബോട്ടിലെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് ബോട്ട് അടുപ്പിക്കുന്ന സ്ഥലമാണിത്. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ബോട്ട്. ഇതാണ് ഞങ്ങൾ 12 മണിക്ക് കയറി. പിറ്റേന്ന് 9 മണി വരെയാണ് അവരുടെ ടൈം എന്ന് പറയുന്നത്. 12 മണിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് തന്നെ ലഞ്ച് കിട്ടും. അത് കഴിഞ്ഞ് വൈകുന്നേരം കാപ്പിയും സ്നാക്സും കിട്ടും. രാത്രിയിൽ ഡിന്നർ കിട്ടും. പിന്നെ രാവിലെ പിന്നെയും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് 9 മണിയാകുമ്പം നമ്മൾ ഇറക്കി വിടും. ഇത്രയാണ് അതിൻ്റെ കാര്യമുള്ളത്. 6 മണി വരെയാണ് നമുക്ക് ട്രിപ്പുള്ളത്. 12 മണി തൊട്ട് 6 മണി വരെയാണ് ട്രിപ്പുള്ളത്. 6 മണിയാകുമ്പോഴത്തേനും അത് കരയ്ക്ക് അടുപ്പിച്ചിടും. പിന്നെ രാത്രിയിൽ ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങുക. ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് പിന്നെ 8 മണിയാകുമ്പോഴത്തേനും പിന്നെ സ്റ്റാർട്ട് ചെയ്യും. 9 മണിയാകുമ്പം കരയ്ക്ക് എത്തും. ഇതാണ് ബോട്ടിൻ്റെ അകത്തുള്ള റൂംസ്. ഞങ്ങൾ എടുത്തത് ടോട്ടൽ 5 ബെഡ്റൂം ഉണ്ടായിരുന്നു. ഓരോ ബെഡ്റൂമിലും പല കളറ് ലൈറ്റ് വെച്ച് നന്നായിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട്. ഓരോ ബെഡ്റൂമിലും അങ്ങനെ പല ടൈപ്പ് ഉള്ളതുകൊണ്ട് 5 ബെഡ്റൂം ഉള്ളതുകൊണ്ട്, 3 ബെഡ്റൂം ഉള്ളതുകൊണ്ട്, 2 ബെഡ്റൂം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ 1 ബെഡ്റൂം ഉള്ളത്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എത്ര ഫാമിലി ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ബോട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാം നല്ല രസമുണ്ട്. റൂംസ് എല്ലാം ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂമിനകത്താണെങ്കിൽ ഒരു ഡബിൾ കോട്ട് ബെഡുണ്ട്, മിററുണ്ട്, കബോർഡുണ്ട്, ഹാങ്ങേഴ്സ് ഉണ്ട്. അത്യാവശ്യം സൗകര്യമെല്ലാം റൂമിനകത്തും നമുക്കുണ്ട്. ഇതിൻ്റെ പുറത്ത് ഓരോരോ സ്പീഡ് ബോട്ടുകൾ. ഈ സ്പീഡ് ബോട്ടിലും നമുക്ക് ഇടയ്ക്ക് കയറാവുന്നതാണ്. അവർ ഈവനിങ്ങിൽ അവിടെ നിർത്തിയിടുമ്പോഴത്തേനും സ്പീഡ് ബോട്ടുകാർ വരും. അപ്പോൾ നമുക്ക് സ്പീഡ് ബോട്ടിൽ അവിടെ ആ കായലിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഉച്ചത്തെ മെനു ഉച്ചത്തെ ഊണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് 1 മണിയാകുമ്പോഴത്തേനും നമുക്ക് തരും. അതിനകത്ത് നല്ല കരിമീൻ വറുത്തതും മീൻ കറിയും അതുപോലെ തന്നെ സാമ്പാർ, അവിയൽ, അങ്ങനെ കുറേ പച്ചക്കറികളും കൂട്ടി വിഭവസമൃദ്ധമായ നല്ലൊരു ഊണാണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് നമുക്ക് സ്പെഷ്യലൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം. ഇത് ചെമ്മീനോ ഞണ്ടോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ നമുക്കത് ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടുന്ന് നമുക്ക് ഫ്രഷായിട്ട് വാങ്ങിച്ചിട്ട് ഇവരെ കൊടുത്തു കഴിഞ്ഞാലും ഇവർ നമുക്കത് ഫ്രൈ ചെയ്ത് തരും. അന്നേരം തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് തരും. അതുപോലെ അവിടെ കള്ളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കള്ളൊക്കെ വാങ്ങിച്ചിട്ട് കള്ളടിക്കേണ്ടവർക്ക് കള്ളടിക്കാം. അങ്ങനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിടുമ്പം അവിടെ പല സെറ്റപ്പുകളൊക്കെ ഉണ്ട്. 6 മണിയാകുമ്പോഴത്തേനും അവിടെ നിർത്തിയിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ 8 മണിക്കാണ് അവിടുന്ന് പിന്നെ വിടുന്നത്. പിന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ ഇത് റിസോർട്ടുകളാണ് ഈ കാണുന്നത്. ഇവിടെ അതിൻ്റെ അരികത്ത് തന്നെ റിസോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ബോട്ടുകളുണ്ട്. ഇപ്പം കൊറോണ കഴിഞ്ഞ സമയമായത് കാരണം ബോട്ടുകൾ ഒത്തിരിയുണ്ട്. ഓരോ ബോട്ടുകളിലെ കാഴ്ചകൾ നമുക്ക് കാണാം. പിന്നെ അതിൻ്റെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫുൾ കാഴ്ചകൾ നന്നായിട്ട് നമുക്ക് ആസ്വദിച്ച് പോകാനായിട്ട് സാധിക്കും. ഞങ്ങൾ പോയത് ഓണത്തിൻ്റെ തലേദിവസമാണ് പോയത്. ഓണത്തിന് ഒന്ന് ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന രീതിയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദറായിട്ട് പോയതായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. കാഴ്ചകളൊക്കെ നന്നായിട്ട് കണ്ടു. പിള്ളേർക്കൊക്കെ ഒത്തിരി എൻജോയ്മെൻറ്റ് അവർക്കും കിട്ടി. പിന്നെ ഭക്ഷണമൊക്കെ ആണെങ്കിൽ നമുക്കൊരു വെറൈറ്റി ആയിട്ട് അടിപൊളി ഭക്ഷണവും 3 നേരം നന്നായിട്ട് കഴിച്ചു. പിന്നെ നമുക്ക് അതിനകത്ത് കിടക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഒരു 12 മണിയാകുമ്പോഴത്തേനും നമുക്ക് വന്നിട്ട് 5 മണിയാകുമ്പോഴത്തേനും ഇത് യാത്ര അവസാനിപ്പിച്ചിട്ട് അങ്ങനെയും പോകാൻ സാധിക്കും. അന്നേരം നമുക്ക് ചാർജ് വളരെ കുറവായിരിക്കും. നമുക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതിന്. ബോട്ടിൻ്റെ താഴത്തെ നിലയിലാണ് നമുക്ക് കാണാനുള്ള ഇരിക്കാനുള്ള ഇതും
പിന്നെ റൂംസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബോട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ നമുക്ക് കഴിക്കാനുള്ള സെറ്റപ്പുണ്ട്. അതുകൂടാതെ അതിൻ്റെ മുകളിലാണെങ്കിലും ഇരുന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഇത് ടപ്പോള ഇട്ടിരിക്കുകയാണ്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ കാറ്റടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നനയും. അത് താത്തിയിട്ടാലും നന്നായിട്ട് നനയാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ മഴയില്ലെങ്കിൽ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ബോട്ടിൻ്റെ മുകളിലുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ അവിടെ അത്യാവശ്യം ഇരിക്കാനായിട്ട് സോഫയും കസേരയും മേശയും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങേയറ്റത്താണ് ഡൈനിങ് ടേബിളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴെയാണ് ഇതിൻ്റെ കിച്ചൺ. ഫുഡൊക്കെ അവർ അവിടെ തന്നെ എന്നും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി നമുക്ക് തരുന്ന ഫുഡാണ്. താഴെയാണ് കിച്ചണും അതിലെ ആൾക്കാരെല്ലാം താഴെയാണുള്ളത്. ഭക്ഷണത്തിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനായിട്ട് മറന്നുപോയി. കാരണം ഭക്ഷണം കണ്ടു കഴിഞ്ഞപ്പോൾ വേഗം കഴിക്കാനുള്ള തത്രപ്പാടിലായിപ്പോയി. പിന്നെ ഞങ്ങൾ ഓണമായതുകൊണ്ട് ഓണത്തിൻ്റെ സെറ്റ് സാരിയും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ബോട്ടിനകത്ത് തന്നെ വെച്ച് ബോട്ടിനകത്തുള്ള ആദ്യത്തെ ഓണമായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങൾ നടത്തി. അങ്ങനെ ഞങ്ങളുടെ ടൂർ ഓൾറെഡി കഴിഞ്ഞു. എങ്ങനെ സമയം പോയെന്ന് അറിഞ്ഞില്ല. 12 മണിക്ക് കയറി 9 മണിയായപ്പോൾ തന്നെ അവർ ഞങ്ങളെ ഇറക്കി വിട്ടു. അത് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് എടുത്ത ഫോട്ടോസാണ്. വെളിയിൽ ഞങ്ങളുടെ ബോട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത്. എല്ലാവർക്കും ഒരു എൻജോയ്മെൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ട്രിപ്പാണിത്. സാധിക്കുന്നവർക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.